അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ കവറായിട്ടാണ് കേട്ടോ. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇങ്ങനെ കുറേ കവറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കൂ, വ്യത്യസ്തമായിട്ടുള്ള മാങ്ങകളാണ് കേട്ടോ. കുറേ ദിവസമായിട്ടുണ്ട് എൻ്റെ വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ ഉമ്മ ഇപ്പയും കൂടി വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് കൊണ്ടുവന്ന് തന്നത് വെള്ളരയാണ് കേട്ടോ. വെള്ളര ഞങ്ങളുടെ കാര്യസ്ഥനും ഡ്രൈവറും വീട്ടിൽ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണ് കേട്ടോ. റെഡ് ലേഡി ആദ്യമായിട്ട് കഴിച്ചപ്പോൾ ആ കായ ഉമ്മ ഇങ്ങോട്ട് കൊടുത്തയച്ചു കേട്ടോ. ഇനി അതൊന്ന് കട്ട് ചെയ്തൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ പപ്പായ ചെറിയ പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല മധുരമുണ്ട് കേട്ടോ. ഇത് വീട്ടിലുണ്ടായ പപ്പായാണ്. വീട്ടിൽ അങ്ങനെ പപ്പായൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ വിത്ത് ഉണക്കിയിട്ട് മുളപ്പിക്കും. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് റെഡ് ലേഡിയാണ്. അത്ര മധുരം കിട്ടാറില്ല, നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി മാങ്ങ വലിയ മാങ്ങയും ചെറിയ സൈസ് മാങ്ങയൊക്കെ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ മാങ്ങയാണ് കേട്ടോ. ഇത് ഈ മുട്ടിക്കൂടിയ മാങ്ങ ഉണ്ടല്ലോ, ഇങ്ങനെ ഞെക്കിയിട്ട് കഴിക്കുന്ന, കുട്ടിക്കാലത്തൊക്കെ ഇതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഞെക്കി, അല്ലെങ്കിൽ വല്ല കല്ലും ഉണ്ടെങ്കിൽ കല്ലിലിങ്ങനെ പ്രസ് ചെയ്തിട്ടൊക്കെയാണ് കഴിച്ചിരുന്നത്. അപ്പം അതൊന്ന് ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ ഞെക്കുക, എന്നിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കാം. കണ്ടോ, നല്ല മധുരമാണിത് കേട്ടോ. നല്ല മധുരമുണ്ട്. അപ്പം ഞാൻ ഈ പപ്പായ കഴിക്കുന്നതും മാങ്ങ കഴിക്കുന്നതൊന്നും കാണിക്കാൻ വേണ്ടി വന്നതല്ല നിങ്ങളുടെ മുന്നിൽ. എൻ്റെ അടുത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കഥ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ എന്തേ നിർത്തിയോ, ഞങ്ങളത് കാണുന്നില്ലല്ലോ, വീണ്ടും അത് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അതായത് എൻ്റെ പാഷനെ ഞാൻ പ്രൊഫഷനാക്കി മാറ്റാനുള്ളൊരു ശ്രമത്തിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലാസ് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് 7 മണിക്ക് ഇറങ്ങിയാൽ വൈകുന്നേരം ഒരു 6:30 വീട്ടിൽ വന്ന് കയറാനും. അപ്പോൾ എനിക്ക് വീഡിയോസൊന്നും എടുക്കാനുള്ള സമയം കിട്ടാറുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇത്രയും ദിവസം ഞാൻ നിങ്ങളുടെ അടുത്ത് അത് പറയാണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അൽഹംദുലില്ലാ ഭംഗിയായിട്ട് കംപ്ലീറ്റ് ആയി. എക്സാം കഴിഞ്ഞു. ഇനി നല്ലൊരു റിസൾട്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ പോയ ക്ലാസ്സിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലൂടെ വരാം. പിന്നെ നിങ്ങൾ കാത്തിരിക്കുന്ന കഥ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ, അതൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ.